ഇപ്പൊ ചേട്ടനും കിമ്മും കൂടെ സന്തോഷത്തോടെ സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ലീ ജലസായി പെട്ടെന്ന് അവൻ ദേഷ്യപ്പെടും. എന്നിട്ട് അവനും കിമ്മിനെ വിളിച്ചോണ്ട് ചോദിക്കും, കിം ഞാൻ നിന്നെ ഇവിടെ റെസ്റ്റോറന്റ് വരാനല്ലേ പറഞ്ഞത്, അതല്ല നീ ആരോട് ഇപ്പൊ സംസാരിച്ചോണ്ടിരിക്കുന്നത്, ഞാൻ നിനക്ക് വേണ്ടി കുറെ സമയം വെയിറ്റ് ചെയ്യുക. എന്നിട്ട് അവനും പറയുമ്പോൾ ഇത് കേട്ട അവളും, മിസ്റ്റർ ലീ അത് വേറെ ആരുമില്ല മാർഫസ, നമ്മുടെ ആർട്ട് സെന്റർ തുറക്കാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തിന് ഇൻവൈറ്റ് ചെയ്ത. എന്നിട്ട് അവള് പറഞ്ഞ ഉടനെ ഇത് കേട്ട് അവനും ദേഷ്യപ്പെട്ട്, എന്തുവാ അവൻ ഇൻവൈറ്റ് ചെയ്തെന്നോ, അതൊന്നും ശരി വരത്തില്ല, ആദ്യം ഈ പ്ലാൻ ഒന്ന് ക്യാൻസൽ ചെയ്യും. എന്നിട്ട് അവൻ പറയുമ്പോൾ ഇത് കേട്ട് കിമ്മിന് മനസ്സിലാവാതെ, മിസ്റ്റർ ലീ അദ്ദേഹത്തിന് എന്തിനാ വേണ്ടെന്ന് പറയുന്നത്. എന്നിട്ട് അവള് ചോദിക്കുമ്പോൾ ഇത് കേട്ട് ലീയും ദേഷ്യത്തി, കിം എല്ലാത്തിന്റെ റീസൺ നിന്നോട് പറയണമെന്നില്ല, എനിക്ക് അവനെ ഇൻവൈറ്റ് ചെയ്യുന്ന ഐഡിയ ഇഷ്ടപ്പെട്ടില്ല, അത്രേ ഉള്ളൂ. എന്നിട്ട് അവൻ പറയുമ്പോൾ ഇത് കേട്ട് അവളും ദേഷ്യപ്പെട്ട്, എങ്കിൽ ശരി മിസ്റ്റർ ലീ നിങ്ങൾ എന്നോട് എന്തോ പറയാൻ വേണ്ടിയില്ല ഇന്ന് ഇവിടെ വിളിച്ചത്, പക്ഷെ ഇന്ന് എനിക്കത് കേൾക്കാനുള്ള മൂഡില്ല, ഞാൻ പിന്നെ വന്നാ പോലെ. എന്നിട്ട് അവൾ പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ലീയും, നീ പോയിക്കോ, എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നിന്നോട് പറയാനൊന്നുമില്ല, ഞാൻ ചുമ്മാ വിളിച്ചത്. എന്നിട്ട് അവൻ പറഞ്ഞോടെ ഇത് കേട്ട് അവളും ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവും. അതേസമയം കിമ്മിനോട് പറയാമെന്ന കാര്യം പറയാതെ അവൻ അവളെ കുറിച്ച് എന്തെങ്കിലും ഫീൽ ചെയ്തോണ്ടിരിക്കും. അങ്ങനെ നേരെ പോയി അവന്റെ ചേട്ടനായിട്ട് വഴക്കുണ്ടാക്കുമ്പോഴാണ് ഇത് കേട്ട് അവനും, എടലി നിന്റെ സെക്രട്ടറിക്കും എന്നെ ആർട്ട് സെന്റർ തുറക്കാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്തോണ്ടാണ് ഞാൻ അവളെ കാണാൻ പോയത്, പക്ഷെ നിന്റെ റിയാക്ഷനൊക്കെ വെച്ച് കാണുമ്പോൾ ഒരേശം ഞാൻ അവളെ തട്ടിക്കൊണ്ടുപോകുന്ന നിനക്ക് പേടിയാണോ. ഇതിന് അവന് ചോദിക്കുമ്പോൾ ഇത് കേട്ട് ലീയും, നീ എത്ര ശ്രമിച്ചാലും നിന്നെ കൊണ്ട് എന്റെ ബിസിനസ് തട്ടിപ്പറിക്കാനും പറ്റത്തില്ല, കൂടാതെ കിമ്മനെയും കിട്ടത്തില്ല. എന്നിന് അവനും ദേഷ്യത്തെ അവിടെ നിന്ന് പോകും. അങ്ങനെ അടുത്ത ദിവസം ഇപ്പൊ കമ്പനി വെച്ച് എല്ലാരും കൂടെ ആർട്ട് സെന്റർ തുറക്കാൻ വേണ്ടി മാർഫസ വരാമെന്ന് ഡിസ്കസ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കേൾക്കുന്ന കിമ്മും അവരോടെല്ലാം ചോദിക്കും, നിങ്ങളോട് ആരാ പറഞ്ഞ മാർഫസ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത ഗസ്റ്റ് എന്ന്. എന്നിന് അവളെ ചോദിക്കുമ്പോൾ മാനേജറും, മിസ്റ്റർ ലീ എന്നോട് പറഞ്ഞായിരുന്നു മാർഫസ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത ഗസ്റ്റ് എന്ന്. എന്നിന് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട് കിമ്മും നേരെ ലിയെ കാണാൻ പോയിട്ട്, മിസ്റ്റർ ലീ നിങ്ങളല്ലേ പറഞ്ഞ മാർഫസിനെ നിങ്ങൾക്ക് ഇഷ്ടമില്ലെന്ന്, പിന്നെ എന്തിനാ അവനെ തന്നെ നമ്മുടെ ഗസ്റ്റ് ആയിട്ട് ചൂസ് ചെയ്ത. എന്നിന് അവളെ ചോദിക്കുമ്പോൾ അവന് സൈലന്റ് ആയിട്ടിരിക്കും. അപ്പോഴാണ് തന്നെ കിമ്മും, എല്ലാം ഞാൻ അറിയണമെന്നില്ല അല്ലേ, സോറി മിസ്റ്റർ ലീ നിങ്ങൾ എന്നെ ഡേറ്റ് ചെയ്യണം കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞു കേട്ട് ഞാൻ കുറെ കൺഫ്യൂസ് ആയി, ബട്ട് നിങ്ങൾ എപ്പോഴും സ്വയം ഇഷ്ടപ്പെടുത്തില്ലേ ഉള്ളു. എന്നിന് അവൾ ദേഷ്യപ്പെടുമ്പം ഇത് കേട്ട് അവന് സമാനപ്പെടുത്താൻ വേണ്ടി അടുത്ത് വന്നിട്ട്, പിന്നെക്കും എനിക്ക് തലവേദന എടുക്കുന്നു. എന്നിന് അവന് കോഫി വേണമെന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറയും. അപ്പോഴാണ് ഇത് മനസ്സിലാക്കി അവളും കോഫി എടുക്കാതെ നേരെ ഹോസ്പിറ്റലിൽ വിളിച്ച് അപ്പോയിന്റ്മെന്റ് ഇടും. ഇത് കണ്ട് അവനും, ഇല്ല എനിക്ക് ഹോസ്പിറ്റലിൽ ഒന്നും പോകണ്ട, എന്റെ തലവേദന മാറി. എന്നിന് അവനും പറഞ്ഞിട്ട് ഒരു പുതിയ ട്രിക്ക് ഇറക്കും, അതായത് അവന്റെ ടൈ ലൂസാക്കി നമ്മുടെ കിമ്മിനെ കൊണ്ട് ഇടാൻ പറയും. അപ്പോഴാണ് ഇത് കണ്ട് അവളും അവനെ മൈൻഡ് ചെയ്ത ദേഷ്യത്തെ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് മാനേജർ അവളുടെ അടുത്തേക്ക് വന്നിട്ട്, അഭിനയ്ക്കും ഞാൻ നിനക്ക് സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് പറയട്ടെ, ആ ഫേമസ് ആയ റൈറ്റർ മാർഫസ് വേറെ ആരുമല്ല നമ്മുടെ മിസ്റ്റർ ലീയുടെ ചേട്ടനാ. എന്നിട്ട് അവന് സത്യം പറയുമ്പോഴാണ് ഇത് കേൾക്കുന്ന കിമ്മിനെല്ലാം മനസ്സിലാവുന്നത് അവന്റെ ചേട്ടനായിട്ട് ഇന്നലെ സംസാരിച്ചുകൊണ്ടാണ് നമ്മുടെ ലീ ഇത്ര ദേഷ്യപ്പെട്ടെന്ന്. കാരണം അവൻ എപ്പോഴും അവന്റെ ചേട്ടൻ ഇഷ്ടപ്പെടാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ പരസ്പരം സോറി അയക്കാൻ വേണ്ടി നടന്നു പോകുമ്പോഴാണ് കറക്റ്റ് നമ്മുടെ ലീ അവളെ കണ്ട ഉടനെ സോറി പറയും. അപ്പോഴാണ് കിമ്മും, മിസ്റ്റർ ലീ നിങ്ങൾ എന്തിനാ എന്നോട് സോറി അയക്കുന്നത്, മാർഫസ് നിങ്ങളോട് ചേട്ടൻ എന്നറിയാതെ ഞാൻ നിങ്ങളോട് കുറെ ദേഷ്യപ്പെട്ടു, ഞാൻ നമ്മുടെ ബിസിനസ് ഗ്രോത്തിന് വേണ്ടിയാ മാർഫസിനെ ഇൻവൈറ്റ് ചെയ്ത. എന്നിട്ട് രണ്ടുപേരും കൂടെ സമാനമായി അന്ന് രാത്രി വരെ അവിടെ നിന്ന് വർക്ക് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ലീയും, കിം നമ്മൾ രണ്ട് സമാധാനമായത് എൻജോയ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിന്നർ കഴിക്കാൻ ഞാൻ വിചാരിച്ചു, പക്ഷെ എനിക്ക് കുറെ വർക്ക് ഉണ്ടല്ലോ. എന്നിട്ട് അവന് ഫീൽ ചെയ്ത് പറയുമ്പോൾ ഇത് കേൾക്കുന്ന അവളും, അതിനെന്തോ മിസ്റ്റർ ലീ നമുക്ക് വേറെ ദിവസം. എന്നിട്ട് അവൾ പറയുമ്പോൾ ഇത് കേട്ട് പെട്ടെന്ന് അവന്റെ അടുത്തേക്ക് വന്നിട്ട്, ഞാൻ നിന്നെ ഡേറ്റ് പ്രൊപ്പോസ് എന്നൊക്കെ പറഞ്ഞ് കുറെ കൺഫ്യൂസ് ചെയ്യുന്നല്ലേ പറഞ്ഞ, എങ്കിൽ പിന്നെ ഒന്നും കൂടെ ഞാൻ കൺഫ്യൂസ് ചെയ്യാം. എന്നിട്ട് അവളെ കിസ് ചെയ്യാൻ വേണ്ടി അടുത്ത് വരുമ്പോൾ അവളും കണ്ണടച്ചിരിക്കും. അപ്പോഴാണ് പെട്ടെന്ന് ലീക്കും അവൻ എന്ന് രാത്രി പേടിക്കുന്ന ആ സ്വപ്നം വരും. ഇതോടെ അവനും അവളെ പിടിച്ചിങ്ങനെ തള്ളിവിടുമ്പോഴാണ് അവള് നേരെ ദൂരെ ചെന്നിടിച്ച് നമ്മുടെ ലീ ഇങ്ങനെ ദേഷ്യപ്പെട്ടു നോക്കുന്നത്. എന്നിട്ട് അവനും എങ്ങനെയൊക്കെ അവളെ സമ്മാനപ്പെടുത്തി നോക്കുമ്പോൾ ഇതൊക്കെ കണ്ട് അവൾ ഇറിറ്റേറ്റ് ആയി, മിസ്റ്റർ ലീ ഞാൻ വിചാരിച്ചു നിങ്ങൾ മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്നു, പക്ഷെ നിങ്ങൾ ഒരിക്കലും നിങ്ങളല്ലാതെ വേറെ ആരും ഇഷ്ടപ്പെടത്തില്ല, ഇപ്പൊ നടന്നേക്ക് ആലോചിച്ച് നോക്കുമ്പോൾ ഇനി ഞാൻ എങ്ങനെ നിങ്ങളെ ഫേസ് ചെയ്യുന്ന. എന്നിട്ട് അവളും ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ലീ എങ്ങനെ അവളെ സമ്മാനപ്പെടുത്തും കൺഫ്യൂസ് ആയി വീട്ടിൽ ചെന്നിട്ട് അവന് മെസ്സേജ് അയക്കും, കിം ഇന്ന് നടന്നതിന് സോറി. എന്നിട്ട് അവനെ എടുത്ത് പറയാൻ വരുമ്പോഴാണ് പെട്ടെന്ന് അവൾ ആ മെസ്സേജ് ഉണ്ട്, മിസ്റ്റർ ലീ നിങ്ങൾ ഇതിനെ സോറി അയക്കുന്നത്, അതിനൊന്നും വലുതായിട്ടൊന്നും സംഭവിച്ചില്ലല്ലോ. എന്നിട്ട് അവള് ദേഷ്യത്തിൽ ടൈപ്പ് ചെയ്യുമ്പോൾ ഇത് കാണുന്നവനും, എന്തോ ഇന്നൊന്നും നടന്നില്ലെന്നോ, നമ്മൾ സ്വീറ്റ് ആയിട്ട് കുറെ റൊമാൻറ്റിക് മൂവ്മെന്റ്സ് ഒക്കെ ചെയ്തില്ല, അതൊക്കെ മറക്കാവുന്നതാണോ. എന്നിട്ട് അവന് തന്നെ സംസാരിച്ചോണ്ടിരിക്കും. അങ്ങനെ ഇപ്പൊ അടുത്ത ദിവസം അവന് ഓഫീസിൽ പോകാൻ വേണ്ടി എഴുന്നേക്കുമ്പോഴാണ് അവിടുത്തെ സ്റ്റാഫും വന്ന് അവനെ കാണാൻ വേണ്ടി സെക്രട്ടറി വന്നെന്ന് പറയും. ഇത് കേട്ടവിടെ നമ്മുടെ ലീ സന്തോഷപ്പെട്ട് കിമ്മെന്ന് പറഞ്ഞ് ധൃതിയിൽ ഇങ്ങനെ ഓടിച്ചെല്ലുമ്പോഴാണ് അവിടെ അവന്റെ ബോഡി ഗാർഡ് ഉള്ളത്. അപ്പോഴാണ് അവനും പെട്ടെന്ന്, മിസ്റ്റർ ലീ സെക്രട്ടറി കിം പറഞ്ഞ് ഇന്നൊറ്റൊരു ദിവസം അവർക്ക് വരെ ഞാൻ സെക്രട്ടറിയാണ്, എനിക്ക് ടൈയൊക്കെ കെട്ടാൻ അറിയാം. എന്നിട്ട് അവൻ അടുത്തേക്ക് വരുമ്പം ഇത് കാണുന്ന ലീ അവൻ തടഞ്ഞിട്ട്, ഇല്ല വേണ്ട നീ ഇവിടെ തന്നെ ഇരുന്നോ. എന്നിട്ട് അവൻ അവോയ്ഡ് ചെയ്തിട്ട് നമ്മുടെ ലീയും കമ്പനിയിലേക്ക് ചെല്ലും. പക്ഷെ അവിടെ കിമ്മ് കാണത്തില്ല. അതേസമയം കിമ്മ് വീട്ടിലിരുന്നുണ്ട് ഇന്നൊരു ദിവസം എങ്ങനെയൊക്കെ പുറത്ത് എൻജോയ് ചെയ്യുന്ന ഒരു പ്ലാൻ ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് നമ്മുടെ ലീ വാങ്ങിച്ചെന്ന പാവക്കെട്ടി കണ്ടിട്ട് അവളും ദേഷ്യപ്പെട്ട് അങ്ങോട്ട് തള്ളിവിടും. അപ്പോഴാണ് ഇന്നലെ നടന്ന ആ മൂവ്മെന്റ് ഓർമ്മ വരുന്നത്. ഇതോടെ മൊത്തത്തിൽ അവൻ ടെൻഷനായി പുറത്ത് പാർക്കിലേക്ക് പോയി റിലാക്സ് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ അതേസമയം ലീയുടെ ചേട്ടനും അവനെ കാണാൻ വേണ്ടി കമ്പനി വരുമ്പോഴാണ് ഇത് കാണുന്ന സെറയും, അത് പിന്നെ മിസ്റ്റർ ലീക്കും മാർഫസും തമ്മിൽ എന്തോ ബന്ധം. എന്നിട്ട് അവരൊക്കെ ചോദിക്കുമ്പോൾ ഇത് കേൾക്കുന്ന മാനേജറും അവരുടെ ഒരു ബ്രദേഴ്സാണ് സത്യം പറയും. അങ്ങനെ ചേട്ടൻ അവനോട് പറയും, അഭിനലി നിന്റെ ആർട്ട് സെന്റർ തുറക്കാൻ വേണ്ടി ഞാൻ ഒരു ഗസ്റ്റ് ആയിട്ട് അവിടെ വരാം, എന്നാലും നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ പാരന്റ്സ് സന്തോഷപ്പെടുത്തുള്ളൂ, ഇതെങ്കിലും നീ തടയാരി. എന്നിട്ട് അവനും പറയുമ്പോൾ ഇതേക്കുന്ന ലീയും ദേഷ്യത്തി, അതിനെക്കുറിച്ച് നീ പറയുന്നു, എനിക്ക് ആർട്ട് സെന്റർ എന്റെ ബിസിനസ്സിലെ ഒരു ചെറിയ ഭാഗം മാത്രമേ ഉള്ളൂ, ഇതേപോലെ എനിക്ക് കുറെ ബിസിനസ് വർക്ക് ഉണ്ട്. എന്നിട്ട് അവനും ചേട്ടൻ പറയുന്നത് മൈൻഡ് ചെയ്യാതെ അവനെ പറഞ്ഞ് പുറത്താക്കും. അങ്ങനെ അവനും പുറത്തേക്ക് ചെന്ന് നേരെ ജിയോട് ചെന്ന് ചോദിക്കും, അത് പിന്നെ ഇന്ന് സെക്രട്ടറി കിം ഒന്നില്ല.
എന്നിട്ട് അവൻ ചോദിക്കുമ്പോൾ ജിയും അവൾ ഇന്ന് ലീവാന്ന് പറയും. അങ്ങനെ ഇവരുടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഉള്ളവരെല്ലാരും വന്ന് അവനോട് ഓട്ടോഗ്രാഫ് വാങ്ങിച്ചോണ്ടിരിക്കും. ഇതൊക്കെ അകത്തിരുന്ന് കാണുന്ന നമ്മുടെ ലീയും ഭാഗ്യത്തിന് ഇന്ന് സെക്രട്ടറി കിം വന്നില്ല എന്നിട്ട് അവന് അതാലോചിച്ച് സന്തോഷപ്പെട്ടോണ്ടിരിക്കും. കാരണം അവള് മാർഫസിന്റെ ഒരു വലിയ ഫാനാണ്. അങ്ങനെ അവൻ പോയതിനു ശേഷം നമ്മുടെ ലീയും പുറത്തേക്ക് ചെന്ന് കിം അവിടെ നിന്ന് ജിയോടെ തിരക്കി നേരിട്ട് അവളെ കാണാൻ വേണ്ടി പോകും. അതേസമയം കിമ്മും അവളെ പാർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ ലീയെ കുറിച്ച് തന്നെ ദേഷ്യത്തിൽ കുറെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് കറക്റ്റ് ലീ അവിടെ വന്നിട്ട് സെക്രട്ടറി കിം ഇന്ന് ബിസിയാന്ന് തോന്നല്ലേ, അതുകൊണ്ടാണ് ഇന്ന് ലീവ് എടുത്തത്. എന്നിട്ട് അവനും കളിയാക്കി ചോദിക്കുമ്പോൾ ഇത് കേൾക്കുന്ന അവളും ആണ് ഞാൻ ബിസിയാ. എന്നിട്ട് അവൾ അറിയും. ഇത് കേട്ടോടെ അവനും ഇങ്ങനെ നടക്കുന്നതല്ലേ ബിസി, എങ്കിൽ ശരി നീ ഫ്രീ ആണെന്ന് എനിക്ക് മനസ്സിലായി, കൂടാതെ നിന്റെ മൈൻഡ് ഫുള്ള് ഞാനല്ലേ, അതുകൊണ്ട് നമുക്കൊന്ന് പുറത്തുപോയാലോ. എന്നിട്ട് അവൻ എവിടെയൊക്കെ പോകണമെന്ന് ഒരു ലിസ്റ്റ് ഇങ്ങനെ എടുക്കും. ഇത് കാണുന്ന അവളും മിസ്റ്റർ ലീ ഇന്ന് ഞാൻ എടുത്ത് ലീവാ, അതുകൊണ്ട് എന്റെ ഇഷ്ടത്തിന് ഞാൻ എവിടെ വേണമെങ്കിലും പോകും. എന്നിട്ട് അവൾ പറയുമ്പം ഇത് കേട്ട് അവനും ഓക്കെ നീ എവിടെ പോകുന്ന ഞാൻ അവിടെ കൂട്ടുവരാം. എന്നിട്ട് അവനും പറയുമ്പം ഇത് കേട്ട് അവളും കളിയാക്കിയ രീതിയിൽ മിസ്റ്റർ ലീ നിങ്ങളെ കൊണ്ടൊന്നും ഞാൻ പോകുന്ന സ്ഥലത്ത് വരാൻ പറ്റത്തില്ല. എന്നിട്ട് അവള് ബെറ്റ് കിട്ടും. അപ്പനാണ് ഇത് കേൾക്കുന്ന അവനും ആണോ എങ്കിൽ പിന്നെ നമുക്ക് നോക്കാം. എന്നിട്ട് അവനും അവളെ ഫോളോ ചെയ്ത് പോകുമ്പോഴാണ് കിം അവനെ ബസ് സ്റ്റോപ്പിൽ വിളിച്ചോണ്ട് പോയേക്കുന്നത്. ഇത് കാണുന്നവനും കിം സത്യം പറ നീ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയല്ലേ നീ ബസ്സിൽ പോകാൻ പ്ലാൻ ചെയ്തത്. എന്നിട്ട് അവനും ചോദിക്കുമ്പോഴാണ് അവളും മിസ്റ്റർ ലീ നിങ്ങൾക്ക് മനസ്സിലാവാത്തയാ, നിങ്ങൾ എന്നെ പിക്കപ്പ് ചെയ്യാത്ത സമയത്തൊക്കെ ഞാൻ സാധാരണ ഇങ്ങനെ ബസ്സിലാണ് വരുന്നത്, വേണേ നിങ്ങൾ ഇപ്പൊ തന്നെ പിന്മാറിക്കോ ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. എന്നിട്ട് അവളും പറയുമ്പോൾ ഇത് കേൾക്കുന്നവനും ഇല്ല ബസ്സിലല്ലേ അതൊക്കെ ഞാൻ വന്നോളാം. എന്നിട്ട് ഇവരുടെയും കൂടെ ബസ്സിനകത്ത് കയറും. അങ്ങനെ കുറെ സമയമായിട്ട് ഇവർ സീറ്റ് ഇടാൻ നിൽക്കുമ്പോഴാണ് ഒരാൾ ഇറങ്ങിപ്പോയതോടെ ഒരു സീറ്റ് അവിടെ കാലിയാകും. ഇത് കാണുന്ന ലീയും കിമ്മിനെ പിടിച്ച് അവിടെ ഇരുത്തുമ്പം കറക്റ്റ് അതേ സമയത്ത് സഡൻ ബ്രേക്ക് പിടിക്കും. അങ്ങനെ ബാലൻസ് ഇട്ടാത്ത ലീയും അവനും കിമ്മിന്റെ മടി ചെന്ന് വീഴുമ്പോഴാണ് ഇത് കാണുന്ന ആ പാസഞ്ചേഴ്സ് എല്ലാം കളിയാക്കിയ രീതിയിൽ ഇവന് നിൽക്കാൻ പോലും സ്ട്രോങ് ഇല്ല എന്നിന് അവരെല്ലാം പറഞ്ഞോണ്ടിരിക്കും. ഇതൊക്കെ കേൾക്കുന്ന നമ്മുടെ ലീയും വീണ്ടും സ്ട്രോങ് ആയിട്ട് ഒന്നും നടക്കാത്ത പോലെ അവൻ സൈലന്റ് ആകും. അപ്പോഴാണ് ഇതൊക്കെ കണ്ട് കിമ്മും ചിരിക്കുന്നത്. അതേപോലെ ഇപ്പൊ വർക്ക് കഴിഞ്ഞ് ജിയയും വീട്ടിലിരുന്ന് കമ്പനിലേക്ക് വരാൻ കുറെ ദൂരമുള്ളതുകൊണ്ട് അതിന്റെ അടുത്ത് തന്നെ ഒരു റൂം അന്വേഷിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവിടുത്തെ ലേഡിയും മേളിലത്തെ റൂം അണിച്ചിട്ട് മോളെ ഇവിടെ നീ ഉദ്ദേശിച്ച റേറ്റിന് ആ ഒറ്റ റൂമേ ഉള്ളു, പോരാത്തിന് അവിടെ ഒരു പാവപ്പെട്ട പയ്യനും കൂടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ ലേഡിയും പറഞ്ഞിട്ട് പോകുമ്പോഴാണ് ഇതേക്കുന്ന ജിയയും അതേതാ പാവപ്പെട്ടവൻ. എന്നിട്ട് അവള് മുകളിലേക്ക് ചെന്ന് നോക്കുമ്പോഴാണ് അത് നമ്മുടെ അവന് കമ്പനി ഇടാൻ വേണ്ടി ആ ഒറ്റ കോട്ട് തന്നെ കീറിപ്പോയ ഭാഗം ഇങ്ങനെ തച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇത് കാണുന്ന ജിയൻ പെട്ടെന്ന് എനിക്ക് അപ്പോഴും അറിയാടാ നിനക്ക് ആകെ ഒരേ ഒരു കോട്ടേ ഉള്ളത്. എന്നിട്ട് അവളും പറയുമ്പോഴാണ് ഇത് കേൾക്കുന്ന അവന് ഷോക്കായി ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നീ എന്റെ വീട് അന്വേഷിച്ചു വന്നത്. എന്നിട്ട് അവനും കളിയാക്കും. അപ്പോഴാണ് അവളും ഇല്ല ഇനി തൊട്ട് ഞാൻ ഇവിടെ സ്റ്റേ ചെയ്യാൻ പോവാ. എന്നിട്ട് അവള് പറഞ്ഞോടെ ഇത് കേട്ട് അവനും എങ്കിൽ ശരി ഞാനിങ്ങനെ പാവപ്പെട്ടവനാന്ന് നീ കമ്പനി ചെന്നൊന്നും പറയില്ലേ, കാരണം അവിടെ ഏറ്റവും ഹാൻഡ്സം ആയുള്ള ബോയ് ഞാനാ, പിന്നെ എന്റെ വില പോകും. എന്നിട്ട് അവനും പറയുമ്പം ഇത് കേട്ട് ജിയയും ഇതൊക്കെ പറയണമെന്ന് എന്റെ തലവിധിയൊന്നുമല്ല ഞാനൊന്നും പറയത്തില്ല. എന്നിട്ട് അവളും പറഞ്ഞിട്ട് അകത്തേക്ക് പോകും. അതേസമയം രാത്രി വരെ കഷ്ടപ്പെട്ട് ലീയും അവളെ ഫോളോ ചെയ്തിട്ട് പോകുമ്പോഴാണ് അവസാനം വരെ അവൾ റെസ്റ്റോറന്റിലേക്ക് വിളിച്ചോണ്ടേ പോകത്തില്ല. അങ്ങനെ അവനും അടുത്തുപോയി കിം ഇതുവരെ നിന്റെ റെസ്റ്റോറന്റ് എത്തിയില്ല. എന്നിട്ട് അവൻ ചോദിക്കുമ്പോൾ പെട്ടെന്ന് അവൾ അടുത്തുള്ള ഒരു ചെറിയ കട കാണിക്കും. ഇത് കണ്ട് അവനും എന്തുവാ ഇതായിരുന്ന കട. എന്നിട്ട് അവന്റെ റിയാക്ഷൻ കണ്ട് പെട്ടെന്ന് കിമ്മും മിസ്റ്റർ ലീ നിങ്ങൾക്ക് ഇത് ചേരുന്നില്ലെങ്കിൽ നിങ്ങളാണ് പോയിക്കോ. എന്നിട്ട് അവൾ പറയും. അപ്പോഴാണ് അവനും ഇല്ല ഏതാ കട ഞാൻ പോയി ഫുഡ് ഓർഡർ ചെയ്തിട്ട്. എന്നിട്ട് അവന് ഫാസ്റ്റ് ആയിട്ട് പോയി ഇവർക്ക് കഴിക്കാൻ വേണ്ടി ഫുഡൊക്കെ ഓർഡർ ചെയ്തേക്കും. അപ്പോഴാണ് അവളും ഈ കടയിലെ മെമ്പേഴ്സ് ഒക്കെ ഇങ്ങനെ പറയും, അതായത് പണ്ട് അവളുടെ ഫാമിലി ആയിട്ട് ഇവിടെ ഒന്ന് കഴിക്കാറുണ്ടെന്ന്. അങ്ങനെ ഇതൊക്കെ കേൾക്കുന്ന നമ്മുടെ ലീയും അക്കിം നിന്റെ ഫാമിലി സിറ്റുവേഷൻ കാരണം നീ എന്റെ സെക്രട്ടറി ആയി, പക്ഷെ ഞാൻ വിചാരിക്കും നിന്റെ ഫാമിലി കാലം നീ ആദ്യം നിന്നെ കുറിച്ച് ഓർക്കണമെന്ന്. എന്നിട്ട് ഇവരുടെ സംസാരിച്ചുകൊണ്ട് തിരിച്ചവിടെ നടക്കുമ്പോഴാണ് അവിടെ ഒരു ടോയ് മെഷീൻ കാണുന്നത്. ഇത് കണ്ട് കിമ്മ് സന്തോഷപ്പെട്ട് അടുത്തേക്ക് ചെല്ലുമ്പം ഇത് കാണുന്ന അവനും ഓക്കെയും ഇപ്പോഴും നിനക്ക് ഇങ്ങനത്തെ പാവക്കുട്ടിയൊക്കെ ഇഷ്ടമാണോ എന്ന് ഞാൻ ചോദിക്കും. അപ്പോഴാണ് അവളും മിസ്റ്റർ ലീ നിങ്ങൾക്ക് എങ്ങനെ അറിയാം എനിക്ക് പാവക്കുട്ടിയൊക്കെ ഇഷ്ടമാണ്. ഇതിന് അവൾ ചോദിക്കുമ്പോഴാണ് അവനും അന്ന് റെസ്റ്റോറന്റ് വെച്ച് നീ അല്ല പേപ്പറിനകത്ത് എഴുതിയ അതിനും മറന്നു. ഇതിനെ കിമ്മും അവിടെ ടോയൊക്കെ ഇങ്ങനെ എടുക്കാൻ നോക്കും, പക്ഷെ അതൊന്നും കൊടുക്കത്തില്ല. അപ്പോഴാണ് ഇത് കണ്ട് ലീയും അവളെ പിടിച്ച് മാറ്റിയിട്ട് കിം ഇതിനൊക്കെ ബുദ്ധി യൂസ് ചെയ്യണം, ഇപ്പൊ നോക്ക് ഞാൻ എങ്ങനെ എടുത്തരാന്ന്. എന്നിട്ട് അവന് മാസമായിട്ട് പറഞ്ഞിട്ട് ഇനി വെയിറ്റ് ചെയ്യുമ്പോഴാണ് ഇത് കാണുന്ന കിമ്മും അവൻ ഇപ്പൊ എടുക്കുന്നു വിചാരിക്കും. പക്ഷെ അവസാനം വരെ നമ്മുടെ ലീ അത് എടുക്കത്തേ ഇല്ല. അതോടെ അവൻ ടെൻഷനായിട്ട് കിം ഈ ടോയ് മെഷീൻ എത്ര എന്നറ ഇത് മൊത്തത്തിൽ നമുക്ക് വാങ്ങിച്ചോണ്ടോ. എന്നിട്ട് അവനും പോക്കറ്റിൽ നിന്ന് വാലറ്റ് ഒക്കെ എടുക്കാൻ നോക്കുമ്പോൾ ഇത് കാണുന്ന അവളും അവനെ തടഞ്ഞിട്ട് അവിടെ നിന്ന് വിളിച്ചോണ്ട് പോകും. അങ്ങനെ ഇവരും തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ കിമ്മിനെ മുമ്പ് ഡേറ്റ് ചെയ്ത ജേർണലിസ്റ്റ് വിളിച്ചിട്ട് പിന്നെ കിം 1984 നടന്ന ഒരു കിഡ്നാപ്പ് കേസിനെ കുറിച്ച് നീ എന്നോട് അന്വേഷിക്കാൻ പറഞ്ഞില്ല, അതിനെക്കുറിച്ച് എനിക്കൊരു വിവരം കിട്ടിയിട്ടുണ്ട്. അതായത് അത് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെയർമാന്റെ മകനെ ആരാണ്ട് കിഡ്നാപ്പ് ചെയ്തായിരുന്നു. എന്നിട്ട് അവനും പറയുമ്പോഴാണ് ഇത് കേൾക്കുമ്പോൾ കിമ്മ് ഷോക്കാകുന്നത്. കാരണം ആ ചെയർമാന്റെ മകൻ വേറെ ആരുമില്ല, ഒന്നെങ്കിൽ നമ്മുടെ ലീ അല്ലെങ്കിൽ അവന്റെ ചേട്ടൻ. കാരണം ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് 4ാം ക്ലാസ് പഠിച്ചത്. അങ്ങനെ ഈ ഡൗട്ട് ക്ലിയർ ആക്കാൻ വേണ്ടി അവൾ അടുത്ത ദിവസം പാർക്കിനെ വിളിച്ച് സംസാരിക്കുമ്പോഴാണ് അവൻ ഇതൊന്നും അറിയാത്ത രീതിയിൽ എന്തുവാ ലീ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവൻ ആരാണ്ട് കിഡ്നാപ്പ് ചെയ്തെന്നോ, ഇല്ല എനിക്കിതിനെ കുറിച്ചൊന്നും അറിയത്തില്ല. എന്നിട്ട് അവനും പറയുമ്പോഴാണ് ഇത് കേട്ടവളും പാർക്ക് അന്ന് അവര് ലീയെ മാത്രമല്ല കിഡ്നാപ്പ് ചെയ്ത, അന്ന് അവിടെ ഞാനും ഉണ്ടായിരുന്നു, എന്നെ കിഡ്നാപ്പ് ചെയ്ത ആ വ്യക്തിയെ അവനും കിഡ്നാപ്പ് ചെയ്തെന്ന് തോന്നുന്നു. ഒരു പക്ഷേ ആ കൊച്ചു പയ്യൻ ലീ ആയിരിക്കോ. എന്നിട്ട് അവളും ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് പാർക്കും കിം ഒരു പക്ഷേ ആ പയ്യൻ ലീ ആണെങ്കിൽ അവൻ നിന്നോട് പറയത്തില്ല, അല്ലെങ്കിൽ നിനക്ക് ഓർമ്മ കാണത്തില്ല. എന്നിട്ട് അവനും ചോദിക്കും. അപ്പോഴാണ് അവളും ഇല്ല അത് പണ്ട് സംഭവിച്ചോണ്ട് എനിക്ക് ആ പയ്യൻ ആരെന്ന് ഓർമ്മയില്ല, ഒരു പക്ഷേ അത് മിസ്റ്റർ ലീ ആണെങ്കിലും അദ്ദേഹം ഇതിനെക്കുറിച്ച് എന്നോട് സംസാരിക്കണമെന്ന് വിചാരിച്ചാണ്. എന്നിട്ട് അവൾ അത് ലീയാൻ തന്നെ കൺഫേം ചെയ്ത് തിരിച്ച് കമ്പനിയിലേക്ക് അങ്ങ് പോകും. കാരണം 1984 കിമ്മിനെ ഒരാൾ കിഡ്നാപ്പ് ചെയ്താണ്. അങ്ങനെ ആ സമയത്ത് ആ പയ്യനാണ് അവളെ സമാനപ്പെടുത്തിയത്. അങ്ങനെ അത് ലീയാന്ന് വിചാരിച്ച്
നേരിട്ട് അവനെ കാണാൻ പോയി മിസ്റ്റർ ലീ നിങ്ങളെ വീണ്ടും കണ്ടതി സന്തോഷം എന്നിന് അവളും പഴയത് ഉദ്ദേശിച്ച് പറയും. അപ്പനാണ് ഇത് കേട്ടവനും യെസ് നിന്നെ വീണ്ടും കണ്ടത് എനിക്ക് സന്തോഷം എന്നിന് അവളുമായിട്ട് ലീ ആലോചിക്കും ഇവളെന്തോ പറയുന്നത് ഇന്നലെ രാത്രി കണ്ടതല്ലേ ഉള്ളു എന്നിന് അവനും ഇന്നലത്തെ കാര്യം എന്ന് വിചാരിച്ചോണ്ടിരിക്കും. അങ്ങനെ അതോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് വരുത്തിരുന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. കൂടാതെ പണ്ട് നമ്മളെ കിമ്മിനെ സപ്പോർട്ട് ചെയ്തത് ലീ ആണോ അല്ല അവന്റെ ചേട്ടനാണെന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. കാരണം ലീയെ പോലെ തന്നെ ആ സ്വപ്നം ചേട്ടനും വരുന്നുണ്ട്. അതൊക്കെ കാണാൻ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.